ഈ റീൽസ് പോസ്റ്റ് ചെയ്തിട്ട് ഓരോ 5 മിനിറ്റിലും നമ്മൾ വ്യൂസും ലൈക്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടല്ലോ. അവിടെ നമ്മൾ റിയൽ ക്രിയേറ്റേഴ്സ് അല്ല ആവുന്നത്, ട്രൂ മാൻ ആണ് ആവുന്നത്. മനസ്സിലായില്ല? നമ്മുടെ ഹോളിവുഡ് ആക്ടർ ജിം കാരിയുടെ ദ ട്രൂ മാൻ ഷോ സിനിമ കണ്ടിട്ടില്ലേ? അതിൽ അയാളെ ചുറ്റിപ്പറ്റി ഒരു ഫേക്ക് വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയ അൽഗോരിതം നമ്മളെ ചുറ്റിപ്പറ്റിയും ഒരു ഇൻവിസിബിൾ വേൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വ്യൂസും ലൈക്സും ഷെയർസും ഇതെല്ലാം നമ്മളൊരു സ്ക്രിപ്റ്റഡ് റിയാലിറ്റിയിൽ പിടിച്ചിടും. മൂഡ്സ് പോലും നമ്പേഴ്സ് അനുസരിച്ച് മാറാൻ തുടങ്ങും. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ആദ്യമായതുകൊണ്ടും ഈ അതിൻ്റെ പരിപാടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലൈക്സ് എങ്ങനെ പോകുന്നു, ഷെയർസ് എങ്ങനെയാണ്, അതിൻ്റെ കമൻസ് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത്, അതിങ്ങനെ അതിൻ്റെ പുറകെ തച്ചിനിരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തൊന്ന് കാര്യം പറഞ്ഞു, എടാ നിൻ്റെ കോണ്ടൻസ് അൽഗോരിതം ഇൻഫ്ലുവൻസ് ചെയ്യണം, നിൻ്റെ മൈൻഡിനല്ല. ആ 2 വരി തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഐ ഓപ്പണറായി. നമ്മൾ എത്രയൊക്കെ വന്നാലും നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് ഇരിക്കും. അതിൻ്റെ ലൈക്ക് എങ്ങനെ പോകുന്നു, ഷെയർ എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് നമ്മൾ ഒരിക്കലും മാറില്ല. പക്ഷെ കുറയ്ക്കാം. മൈൻഡ് ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ സെപ്പറേറ്റഡ് ആയി പോകും, ഈ ഞാനടക്കം. അപ്പോൾ നമ്മുടെ ട്രൂ മാനെ പോലെ സെറ്റ് കൊടുക്കാതെ ഡോർ ഇടന്ന് പുറത്തേക്ക് ഇറങ്ങാം.